ഏറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടെയാണ് ഈ സ്നാന ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ ഇവിടെ കടന്നു വരുവാൻ ഇടയായി തീർന്നിട്ടുള്ളത്. കാരണം സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവുമുള്ള ദൈവത്തിന്റെ കൽപ്പനയാണ് സ്നാനം എന്നുള്ളത്. അതുകൊണ്ട് ഏറെ അഭിമാനത്തോടുകൂടെ ഈ സ്നാന ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ ഈ വലിയൊരു സന്ദർഭത്തെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇവിടെയുള്ള ദേശനിവാസികൾക്ക് സ്നാന ശുശ്രൂഷ എന്താണെന്ന് അറിയാത്തവരല്ല. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലും ഞങ്ങൾ ഇവിടെ കടന്നു വന്ന് ഒരു സ്നാന ശുശ്രൂഷ നിർവഹിക്കുവാൻ ഇടയായി തീർന്നിട്ടുള്ളതാണ്. അന്നൊക്കെ നിങ്ങൾ കാണിച്ചിട്ടുള്ള സ്നേഹത്തിനും സഹകരണത്തിനും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾക്കുള്ള സ്നേഹവും നന്ദിയും ഞങ്ങൾ അറിയിക്കുന്നു. തുടർന്നുള്ള അല്പനിമിഷങ്ങൾ മനോഹരമായ ഒരു ക്രിസ്തീയ ഗാനം നിങ്ങൾക്ക് കേൾക്കാം. അതേ തുടർന്ന് സ്നാനത്തിന്റെ മഹത്വം എന്താണ് ഇത് വിളിച്ചറിയിക്കുന്നത്, ഇതിൽ അടങ്ങിയിരിക്കുന്ന ആത്മീയ അർത്ഥം എന്താണ് എന്നുള്ളത് ചുരുക്കം ചില വാക്കുകളിലൂടെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ MR ഷൈജു നിങ്ങളോട് സംസാരിക്കുന്നതാണ്. നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ, വിലപ്പെട്ട സമയത്തെ അല്പനിമിഷത്തേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി പോൾ കെ മാത്യു ബ്രദർ മുമ്പോട്ട് കടന്ന് പ്രാർത്ഥിക്കുകയും അതേ തുടർന്ന് ഒരു ക്രിസ്തീയ ഗാനം കേൾക്കുകയും ചെയ്യാവുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദിയോടെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഈ കടവിൽ വന്ന് ഞങ്ങൾക്ക് ആ സന്നിധാനത്തിൽ നിൽക്കുവാനായിട്ട് ഒരു പ്രാവശ്യം കൂടി അങ്ങ് ഈ നശ്വരമായ ഭൂമിയിൽ വെച്ച് അവസരം നൽകിയല്ലോ, അതോർത്ത് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളെ ആ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ അല്പസമയം ഈ ദേശത്തോട് എന്താണ് സ്നാനം എന്നുള്ളത് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനായിട്ട് നിന്റെ ദാസനെ അങ്ങ് കൂട്ടി വരുത്തിയിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. കർത്താവെ, വചനം പറയുവാൻ ആവശ്യമായ എല്ലാ ദൈവകൃപയും ആത്മാവിലും ശരീരത്തിലും നൽകി നിന്റെ ദാസനെ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൂരത്തും ചാരത്തുമായി കേൾക്കുന്ന ഒരേ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അവർ കേൾക്കുന്ന ദൈവവചനം അത് പാപികളെ രക്ഷിക്കുന്ന വചനമായിരിക്കാൻ സ്തോത്രം. പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് സ്വർഗത്തിന്റെ അവകാശികളായി തീരുവാൻ ഒരേ കേൾവിക്കാരുടെ ഹൃദയങ്ങളോടും അങ്ങ് ഇടപെടണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഈ ഭാഗത്ത്, ഈ ദേശത്തുണ്ടാകുവാനായിട്ടും അവിടെ നിടയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ കൃപയിൽ കരുതണം എന്ന് പ്രാർത്ഥിക്കുന്നു. തുറന്നു നടക്കുന്ന സ്നാന ശുശ്രൂഷയും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കുവാനായിട്ട് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്നാനം ഏൽക്കുന്ന കുഞ്ഞിനെയും ആ കരങ്ങളിലേക്ക് തരുന്നു. വേണ്ട എല്ലാ ദൈവകൃപയും പ്രിയമകൾക്കും അങ്ങ് നൽകി സഹായിക്കണം. ശുശ്രൂഷകളെ അനുഗ്രഹിക്കണം. തങ്ങളുടെ എല്ലാ ഉപകരണങ്ങളും നന്നായി പ്രവർത്തിക്കുവാനായിട്ടും അവിടെ നിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തെ എല്ലാ നിലയിലും മഹത്വപ്പെടുത്തണം. ആദ്യോടന്തം കൂടെ സഹായിക്കണം. മാനവും മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുന്നു. എല്ലാം യേശു കർത്താവിൻ്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ, ആമേൻ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. പാപം ശാപം സകലവും തീർക്കാൻ അവതരിച്ചിഹ നമുക്കായി. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിഹ നമുക്കായി. ദൈവകോപത്തിൽ വെന്തെരിഞ്ഞവനാം രക്ഷകൻ ജീവിക്കുന്നു. ദൈവകോപത്തിൽ വെന്തെരിഞ്ഞവനാം രക്ഷകൻ ജീവിക്കുന്നു. ഉലകമഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. ഉലകമഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മൾ ഉന്നതനേഷു മഹേശ്വരൻ മാത്രം
ഉയരത്തിൽ വാണിടുന്നു നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ, ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ. നമ്മളേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയുടെ സാക്ഷികളാകുവാൻ ദൂരത്തും ചാരത്തുനിന്നുമായി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ശുശ്രൂഷ സ്വാഗതം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട ദൈവദാസന്മാർ അറിയിച്ചതുപോലെ നിരവധി സ്നാന ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ളൊരു കടവാണ് ഇവിടം എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിരവധി പ്രസംഗങ്ങൾ കേൾക്കുവാനുള്ള അവസരവും ദേശവാസികൾക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ വേഗത്തിൽ രക്ഷയുടെയും സ്നാനത്തിൻ്റെയും തിരുവെടുത്ത് വെളിപ്പെടുത്തുന്ന പ്രാധാന്യം നാലാറ് വാക്കുകളിൽ വിശദീകരിച്ച് ഈ ശുശ്രൂഷയ്ക്ക് വിരാമം കുറിക്കണമെന്ന് കർത്താവിൽ ഞാൻ ഏറെ താല്പര്യപ്പെടുകയാണ്. അതിനാധാരമായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും ചില വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2-ാം അധ്യായം 40-41 വേദഭാഗങ്ങൾ ഞാനൊന്ന് വായിക്കുകയാണ്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ അധ്യായം 2 വാക്യം 40-41. അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനം ഏറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. ലോകചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. ഈ പ്രദേശത്തുള്ള ആളുകൾ വേദപുസ്തകവുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളുകളാണ് എന്നെനിക്കറിയാം. എങ്കിലും ഒരു വാക്കാമുഖമായി സൂചിപ്പിക്കട്ടെ. ഇത് വായിക്കാതെ പോകുന്നത്, പഠിക്കാതെ പോകുന്നത്, ധ്യാനിക്കാതെ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ പരാജയമാണ്. മറിച്ച് ഇത് പഠിക്കുന്നതും ധ്യാനിക്കുന്നതും വായിക്കുന്നതും അതിൻ്റെ ആത്മീക നന്മകൾ അനുഭവിക്കുവാൻ നമ്മെ ഏറെ സഹായിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. കർത്താവിന്റെ ശിഷ്യന്മാരിൽ ഒന്നാമനെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ കർത്താവിന്റെ കൂടെ ഒപ്പം സഞ്ചരിച്ച് അല്പം ഭയചകിതനൊക്കെ ആയിരുന്നുവെങ്കിലും അദ്ദേഹം പെന്തക്കോസ്ത് നാളിൽ ചെയ്ത വിശ്വവിഖ്യാതമായ ഒരു പ്രസംഗത്തിലെ വാക്കുകളാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. താൻ അനുഗമിച്ച കർത്താവിനെ കുറിച്ച്, തന്നിൽ ബലമേൽപ്പിച്ച മഹാനിയോഗത്തെ കുറിച്ച് അദ്ദേഹം ഇവിടെ വാക്കുകളിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹം 40-ാം വാക്യത്തിൽ പറയുന്നത് ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ആമുഖ വാചകം തന്നെ രക്ഷയെക്കുറിച്ച് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു വാക്യമാണ്. എന്താണ് ഈ രക്ഷ എന്ന് പറയുന്നത്? അതിനെക്കുറിച്ച് അല്പം 1-2 വാക്കുകൾ സൂചിപ്പിക്കണമെന്ന് എനിക്ക് കർത്താവിൽ താല്പര്യമുണ്ട്. വേദപുസ്തകം വായിക്കുന്ന ആളുകൾക്ക് വളരെ വിശദമായി അറിയാവുന്ന ഒരു കാര്യമാണ് രക്ഷ എന്ത് എന്നുള്ളത്. എന്നാൽ ഒരു തെറ്റിദ്ധാരണയും സ്വാഭാവികമായി മനുഷ്യ മനസ്സുകളിൽ വരുവാൻ സാധ്യതയുണ്ട്. എന്താണ് രക്ഷ എന്ന് പറയുന്നതിന് മുൻപ് എന്തല്ല രക്ഷ എന്ന് പറയുവാൻ എനിക്ക് താല്പര്യമുണ്ട്. പല ആളുകളും ധരിച്ചിരിക്കുന്നത് ജോലിയില്ലാത്ത ആളുകളെ സംബന്ധിച്ച് നല്ല ഉയർന്ന ശമ്പളമുള്ള, വരുമാനമുള്ള ജോലി ലഭിക്കുന്ന രക്ഷയായി പരിഗണിക്കുന്ന ആളുകളുണ്ട്. ഒരു അസുഖം മാറിക്കിട്ടിയാൽ അതിന് തക്കതായ ചികിത്സ ലഭിച്ച് അത് മാറിയാൽ അതിനെ രക്ഷയെന്ന് വിശേഷിപ്പിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ബൈബിൾ പറയുന്ന രക്ഷ എന്ന് പറയുന്നത് മനുഷ്യന്റെ ആത്മാവിന്റെ രക്ഷയാണ്. വാഴ്ത്തപ്പെട്ട കർത്താവ് ഫിലിപ്പിന്റെ കൈസരിൽ വെച്ച് പറഞ്ഞൊരു വാചകം വളരെ ശ്രദ്ധേയമാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞത്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തന്റെ ജീവനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനമെന്നാണ്. ചില പരിഭാഷകളിൽ വായിക്കുന്നത് തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവനെന്ത് പ്രയോജനം എന്ന് തന്നെയാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ജൈവരാസപിണ്ഡമല്ല. ചാൾസ് മേയോ പറഞ്ഞതുപോലെ മനുഷ്യന്റെ വില 6 രൂപ 40 പൈസയല്ല.
മനുഷ്യനിൽ ദേഹവും ദേഹിയും പോലെ അതിനൊക്കെ വിലപ്പെട്ട ഘടകമുണ്ട്. അത് മനുഷ്യന്റെ ആത്മാവാണ്. 42-ാം സങ്കീർത്തനം എഴുതുമ്പോൾ എബ്രായ സാഹിത്യത്തിലെ അധികാരന്മാരായ കോരഹപുത്രന്മാർ പറയുന്ന ഒരു വാചകമുണ്ട്: ദൈവമേ, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നുവെന്നാണ്. സക്കറിയ പ്രവാചകൻ പഴയ നിയമത്തിലെ അഗ്രഗണ്യനായ പ്രവാചകനാണ്. അദ്ദേഹം പറയുന്നത് ദൈവം മനുഷ്യന്റെ ഉള്ളിൽ ആത്മാവിനെ നിർമ്മിച്ചു എന്ന് തന്നെയാണ്. പുതിയ നിയമ താളുകളിലേക്ക് വരുമ്പോൾ അപ്പസ്തോലന്മാരിൽ അഗ്രഗണ്യനായ പൗലോസ് പറയുന്നത്, തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 23-ാം വാക്യത്തിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് മനുഷ്യർക്ക് വലിയൊരു ആത്മാവുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ ബൈബിൾ പറയുന്ന പ്രധാനമായ രക്ഷ എന്ന് പറയുന്നത് മനുഷ്യന്റെ ആത്മാവിന്റെ രക്ഷയാണ്. ഒരു മനുഷ്യൻ ലോകത്തിൽ എന്തെല്ലാം നേടിയാലും, എത്ര പണക്കാരനായി രൂപാന്തരം പ്രാപിച്ചാലും, എത്ര ഉന്നതിയിലെത്തിയാലും, പ്രശസ്തി ഏറെ നേടിയാലും, കൊട്ടാര സദൃശ്യമായ ഭവനങ്ങളിൽ താമസിച്ചാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ലെന്ന് തന്നെയാണ് തിരുവെഴുത്തിന്റെ സാക്ഷ്യം. അപ്പോൾ പത്രോസ് തന്റെ പ്രസംഗദ്വാരം ഉദ്ദേശിക്കുന്നത് തന്റെ അനുവാചകരായിരിക്കും, തന്റെ ശ്രോതാക്കളായിരിക്കുന്ന ആളുകൾ ഏതാണ്ട് 16 രാജ്യങ്ങളിൽ നിന്ന് കടന്നു വന്ന വിവിധ ഭാഷക്കാരായ ഗോത്രക്കാരായ യഹൂദന്മാരുൾപ്പെടെ, യഹൂദ മതാനുസാരുൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളെ സംബോധന ചെയ്താണ് അദ്ദേഹം പറയുന്നത്. ഈ തലമുറ വക്രതയുള്ള തലമുറയാണ്. അതിനെ ആംഗലേയ ഭാഷയിൽ പെർവേഴ്സ് എന്നൊരു പദമാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ മലയാളം പരിശോധിച്ചപ്പോ തലതിരിഞ്ഞത് താന്തോന്നികളായ തലമുറ എന്നാണ് കൊടുത്തിരിക്കുന്നത്. തലതിരിഞ്ഞ തലമുറയിൽ താന്തോന്നികളായ തലമുറയെ, ആ തലമുറയുടെ നടുവിൽ അവിടെ നിന്ന് രക്ഷ പ്രാപിക്കണമെന്നാണ് പത്രോസിന്റെ പ്രസംഗം എന്ന് പറയുന്നത്. എന്റെ ബഹുമാന്യ ശ്രോതാക്കളെ, ഈ ചെറിയ ശബ്ദവാഹിനിയുടെ സഹായത്താൽ ഞങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ആരെങ്കിലും ഞങ്ങളുടെ ശ്രോതാക്കൾ കർത്താവിനെ അറിയാത്തവരായിട്ടുണ്ട് എങ്കിൽ, ഈ ആത്മരക്ഷയുടെ അവകാശികളായിട്ട് മാറിയിട്ടില്ല എങ്കിൽ, നിങ്ങൾക്ക് കർത്താവിനെ അറിയുവാൻ ആത്മരക്ഷയുടെ അവകാശികളായി തീരുവാൻ ഒരു അവസരമുണ്ട്. നമുക്കറിയാം, ലോകത്തിലേക്ക് കടന്നു വന്ന ഒരുപാട് മഹാന്മാരുണ്ട്, ഒരുപാട് തത്വജ്ഞാനികളുണ്ട്, ഒരുപാട് വിദ്യാഭ്യാസമുള്ള ആളുകളുണ്ട്. പക്ഷേ യേശുക്രിസ്തുവിന് തുല്യമായി, യേശുക്രിസ്തുവിനെ താരതമ്യം ചെയ്യാൻ ആരും ഉണ്ടായിട്ടില്ല. ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് കന്യകയിലൂടെ കാലത്തിലേക്ക് വന്ന് മനുഷ്യന്റെ പാപത്തിന് സമ്പൂർണമായ പരിഹാരം വരുത്തി കാൽവരിയിലെ കുരിശിൽ മരിച്ചുയർത്തിയ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഒരു പാപിക്ക് രക്ഷ സുസാധ്യമാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ രക്ഷിക്കപ്പെട്ട പ്രിയ ഗ്രേസ് ഷാരോൺ, പ്രിയ മോളുടെ സ്നാന ശുശ്രൂഷയാണ് ദൈവദാസൻ അല്പസമയം കഴിയുമ്പോൾ ഇവിടെ നിർവഹിക്കാൻ പോകുന്നത്. ഇതിന് 10 പൈസ അധ്വാനമില്ല, മുടക്കില്ല. രക്ഷിക്കപ്പെടുവാൻ വിശ്വാസം മാത്രമാണ് അതിന് ദൈവം ഒരു മാധ്യമമായി വെച്ചിരിക്കുന്നത്. എഫേസ്യ ലേഖനം ചമയ്ക്കുമ്പോൾ പണ്ഡിത വരേണ്യനായ പൗലോസ് പറയുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷ പ്രാപിച്ചിരിക്കുന്നു, രക്ഷിക്കപ്പെട്ടിരിക്കുന്നു തന്നെയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വരുന്നത് അത് പ്രവൃത്തികളല്ല എന്ന് തന്നെയാണ്. ദൈവത്തിന്റെ ദാനത്തെ കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇപ്രകാരം രക്ഷിക്കപ്പെട്ട ഈ പാപമുള്ള തലമുറയിൽ നിന്നും പാപബോധമുണ്ടായി കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിച്ച ഒരു വ്യക്തി അനുഷ്ഠിക്കേണ്ട ഒരു കർമ്മമാണ് സ്നാനം എന്ന് പറയുന്നത്. ദൈവസഭയ്ക്ക് കർത്തൃമേശ ഉൾപ്പെടെ സ്നാനം ഉൾപ്പെടെ 2 അതിപ്രധാനമായ അനുഷ്ഠാനങ്ങളാണ് നൽകിയിരിക്കുന്നത്. അതിൽ സ്നാനം എന്താണ് എന്ന് ഞാൻ ഒന്നിട്ട് വാക്കുകൾ സൂചിപ്പിച്ചിട്ട് പ്രസംഗത്തിന്, സന്ദേശത്തിന് വിരാമം കുറിക്കണമെന്ന് താല്പര്യപ്പെടുകയാണ്. ആളുകൾ ഏറെ തെറ്റിദ്ധരിച്ചിട്ടുള്ളതാണ് സ്നാനം എന്ന് പറയുന്നത്. ഞാൻ 1990-ലാണ് കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കുന്ന. 89-ൽ വിശ്വാസത്തിലേക്ക് വന്നു. അതുവരെ എന്നെ ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു വെച്ചിരുന്നത് സ്നാനത്തെ കുറിച്ച് വികലമായ കാഴ്ചപ്പാടുകൾ പറഞ്ഞു വരുത്തിയുണ്ടായി. ഒരു കൂട്ടം ആളുകൾ പറയുന്നത് ഏതെങ്കിലും സഭയിലേക്ക് ചേരുവാനുള്ള ഒരു കർമ്മമാണ് സ്നാനമെന്നാണ്. നോ, ബൈബിൾ ഒരിക്കലും, അതായത് ഏതെങ്കിലും ഒരു സംഘടനയോടോ ഒരു പ്രാദേശിക സഭയോടോ ചേരുവാനല്ല സ്നാനമെന്ന് പറയുന്നത്. ആ സ്നാനത്തിന്റെ പ്രാധാന്യം പഠിക്കുന്ന ആളുകൾക്കറിയാം. അത് യേശുക്രിസ്തുവിന്റെ അനിഷേധ്യമായിരിക്കുന്ന കൽപ്പനയാണ്. കർത്താവായ യേശുക്രിസ്തു ഉയർത്ത് സ്വർഗ്ഗാരോഹണം ചെയ്യുന്ന വേളയിൽ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ അതിന്റെ പ്രാധാന്യം വിളിച്ചു പറയുന്നുണ്ട്. സകലരെയും ശിക്ഷ്യരാക്കണം, സ്നാനപ്പെടുത്തണമെന്നുള്ളത് ദൈവവചനത്തിന്റെ ഒരു അടിസ്ഥാനപരമായിരിക്കുന്ന ഉപദേശമാണ്. രക്ഷിക്കപ്പെട്ടവരാണ് സ്നാനപ്പെടേണ്ടത്. ചെറുപ്രായത്തിലെ ഇളം കുഞ്ഞായിരിക്കുമ്പോഴോ ശൈശവപ്രായത്തിലോ കൈക്കുഞ്ഞായിരിക്കുമ്പോൾ എടുക്കേണ്ടതല്ല സ്വീകരിക്കേണ്ട സ്നാനം എന്ന് പറയുന്നത്. തെളിപ്പ് സ്നാനവും വേദപുസ്തകത്തിന്റെ അനുസരണത്തിലുള്ളതല്ല. പ്രിയമുള്ളവരെ, എപ്പോഴാണ് സ്നാനപ്പെടേണ്ടത് ചോദിച്ചാൽ മുതിർന്നിട്ടല്ല സ്നാനപ്പെടേണ്ടത്. വിശ്വസിക്കുവാൻ എപ്പോൾ ആ നിലയിൽ കർത്താവിന്റെ രക്ഷിതാകർത്താവായി വിശ്വസിപ്പാൻ, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ ആ നിലയിൽ സ്വീകരിക്കുന്ന ആ സന്ദർഭത്തിലാണ്
ഈ സ്നാന ശുശ്രൂഷയിലേക്ക് കടന്നു വരേണ്ടത്. അപ്പോൾ സ്നാനം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ കൽപ്പനയാണ്. ചില ആളുകൾ രണ്ടാമതൊരു തെറ്റിദ്ധാരണ പരത്തുന്നത് കുടുംബമായി സ്നാനപ്പെട്ടു, അതുകൊണ്ട് ശിശുക്കളെയും സ്നാനപ്പെടുത്തണമെന്നാണ്. ഞാൻ സ്നേഹബുദ്ധി എന്ന സന്ധിയിൽ ഒരു കാര്യം പറയട്ടെ. വിശുദ്ധ വേദപുസ്തകം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ സ്നാനപ്പെട്ട കുടുംബങ്ങളെ കുറിച്ച് പറയുന്നതാണ് ആ തെറ്റിദ്ധാരണയ്ക്ക് ആധാരമായിരിക്കുന്നത്. എന്നാൽ ശരിയായത് വായിച്ചു പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവിടെ വേദപുസ്തകത്തിന് തെറ്റുപറ്റിയിട്ടില്ല. തെറ്റുപറ്റാത്ത ലോകത്തിൽ ഒരേ ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളാണ്. ഇത് ദൈവത്തിന്റെ വചനമാണ്. അവിടെ ലുദിയെ കുറിച്ച് പറയുമ്പോൾ അവളും കുടുംബവും സ്നാനമേറ്റു എന്ന് പറയുന്നു. ഇവിടെ ചില വേദവിപരീതികളായിരിക്കുന്ന ആളുകൾ പറയുന്നത് കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തിയെന്നാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം പരിശോധിച്ചാൽ വിശ്വസിച്ചവർക്കാണ് സ്നാനം, പ്രൈസ് ദി ലോർഡ്, രക്ഷിക്കപ്പെട്ടവർക്കാണ് സ്നാനം, നീതീകരണം പ്രാപിച്ചവർക്കാണ് സ്നാനം. ഞാനിങ്ങനെ പറയട്ടെ, വേദപുസ്തകത്തിന്റെ പഴയ നിയമ താളുകളിൽ ശൗലിന്റെ ഗൃഹവും ദാവീദിന്റെ ഗൃഹവും തമ്മിൽ ദീർഘകാല യുദ്ധം നടന്നെന്ന് പറഞ്ഞാൽ 6 മാസമായ അല്ലെങ്കിൽ 3 മാസമായ കുഞ്ഞുങ്ങൾ യുദ്ധമുന്നണിയിൽ പോയി എന്നാണോ നമ്മൾ അർത്ഥമാക്കേണ്ടത്? ഈ കഴിഞ്ഞ ഇലക്ഷന് ഞാൻ വോട്ട് ചെയ്യാൻ പോയി, എന്റെ ഭാര്യയും ഒരുമിച്ച്, മക്കൾ വോട്ട് ചെയ്തില്ല. എന്റെ പ്രിയമുള്ളവരെ, എന്നോട് ചോദിച്ചവരോട് പറഞ്ഞ് കുടുംബമായി വോട്ട് ചെയ്തു എന്നാണ്. കുടുംബം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് വേദപുസ്തകത്തിന്റെ ഭാഷയിൽ രക്ഷിക്കപ്പെട്ടവരാണ് സ്നാനം സ്വീകരിക്കേണ്ടത്. സ്നാനം നാമം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു ആധികാരികമായി മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലാണ് സ്നാനപ്പെടേണ്ടത്. അതാണ് സ്നാനത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. എന്റെ ബഹുമാന ശ്രോതാക്കളെ, ഈ കൽപ്പന നിർവഹിച്ച ഏതാണ്ട് 3000-ഓളം ആളുകളെ കുറിച്ചാണ് ചരിത്രകാരനായ ലൂക്കോസ് തന്റെ പുസ്തകത്തിൽ പ്രഖ്യാപിക്കുന്നത്. എന്തൊരു അനുഗ്രഹിക്കപ്പെട്ട കൽപ്പനയാണിത്! എന്തൊരു അനുഗ്രഹത്തിലേക്ക് നയിക്കുന്ന ഒരു കൽപ്പനയാണിത്! ഇതുപോലെ അനുഗ്രഹം നൽകുന്ന, രക്ഷപ്പെട്ട അനുഭവമുള്ള സ്ഥാനത്തിലേക്ക് വരുന്ന ആളുകളെ സംബന്ധിച്ച് ദൈവത്തിന്റെ കൽപ്പന നിറവേറ്റുന്നു എന്നുള്ള ചാരിതാർത്ഥ്യവും ആ ദൈവകൽപ്പനയുടെ നിർവഹണത്തിലുള്ള സന്തോഷം അവരെ ഭരിക്കുമ്പോൾ എന്തൊരു ആനന്ദമാണ് ഉണ്ടാകുക പ്രിയമുള്ളവരെ. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അതായത് ഷണ്ണനിൽ നിന്നും ഫിലിപ്പോസിൽ നിന്നും സുവിശേഷം കേട്ട് രക്ഷ പ്രാപിച്ച ഷണ്ണനെ കുറിച്ച് വായിക്കുന്നത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 40-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? അവൻ സന്തോഷിച്ചുകൊണ്ട് തന്റെ വഴിക്ക് പോയി എന്നാണ്. രക്ഷിക്കപ്പെട്ടവനെ സംബന്ധിച്ച്, സ്നാനപ്പെട്ടവരെ സംബന്ധിച്ച്, ദൈവകൃപയിലേക്ക് വരുന്നവരെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന കാര്യമാണ്. എന്റെ പ്രിയമുള്ളവരെ, ഈ സ്നാന ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ ഇതിലേക്ക് ബഹുമാനപ്പെട്ട സ്ഥാപകനും സ്ഥാനാർത്ഥിയും ഇറങ്ങുമ്പോൾ ദൈവകൽപ്പനയുടെ വലിയ നിർവഹണം നടക്കുന്നു എന്നുള്ളതിൽ നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം. എന്റെ പ്രിയ ശ്രോതാക്കളെ, ഞാൻ ഈ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. മനുഷ്യൻ പാപിയാണ്. ഞാൻ ആരംഭത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ സകല മനുഷ്യരും ഒരുപോലെ പാപികളാണ്. ആ പാപത്തിന്റെ ശിക്ഷ എന്ന് പറയുന്നത് കൃത്യമായിരിക്കുന്ന നരകമാണ്. ആ നരകത്തിൽ നാം പോകാതിരിക്കാനാണ് യേശുക്രിസ്തുവിന്റെ ഇഹലോകത്തിലേക്കുള്ള വരവും കാൽവരി ക്രൂശിലെ പരമയാഗവും പുനരുദ്ധാനം എന്ന് പറയുന്നത്. അതിൽ വിശ്വസിച്ച് നമ്മൾ ദൈവമക്കളായി തീരണം. അതാണ് പത്രോസ് പറയുന്നത്, ഈ തലമുറ വക്രതയുള്ളതാണ്, അവിടെ നിന്ന് രക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ്. ആരെങ്കിലും ഞങ്ങളുടെ ശ്രോതാക്കൾ ഈ അനുഭവത്തിലേക്ക് വന്നിട്ടില്ല എങ്കിൽ കർത്താവുമായി ഒരു തീരുമാനമെടുക്കുക. കർത്താവേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപം എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ഈ കർത്താവായ യേശുക്രിസ്തുവിനെ താങ്കൾക്കായി മുറിവുകളേറ്റ കാൽവരിയിലെ ക്രൂശിൽ നമുക്കായി യാഗമായി തീർന്ന സ്നേഹനിധിയായ പൗലോസിന്റെ ഭാഷയിൽ സ്നേഹസ്വരൂപനായ ഈ കർത്താവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം. അങ്ങനെയുള്ളവരാണ് സ്നാനജലത്തിലേക്ക് നടത്തപ്പെടുന്ന. ദൈവത്തിന് സ്തോത്രം. എന്റെ വാക്കുകൾ ദുർഗിപ്പിക്കുന്നില്ല. ഒരു ചരിത്ര സംഭവം കൂടെ പറഞ്ഞ് ഞാൻ ഈ ലഘുപ്രഭാഷണത്തിന് വിരാമം കുറിക്കുക. ഇവിടെ അടുത്തൊരു സ്ഥലമാണ് പറവൂർ എന്ന് പറയുന്നത്. അവിടെ ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ ഒരു കൊടുങ്കുറ്റവാളി തൂക്കുകയർ കാത്തു കഴിയുക. തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ശിക്ഷയാണ് തൂക്കയർ എന്ന് പറയുന്നത്. അവിടെ തന്റെ അവസാനത്തെ ആഗ്രഹം ചോദിച്ചപ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, സുവിശേഷം കേൾക്കണമെന്നുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം അറിയിച്ചപ്പോൾ ബഹുമാനായ കർത്താവിന്റെ സ്ഥലം വിശ്രമിക്കുന്ന വി നാഗൽ സാഹിബ്, മലയാളമേറെ വശമുള്ള അദ്ദേഹം സുവിശേഷം പങ്കുവയ്ക്കുകയുണ്ടായി. ഞാൻ ആ ചരിത്ര പുസ്തകം വായിച്ചത് ആ സുവിശേഷ കേൾവിയാൽ അദ്ദേഹം കർത്താവായ യേശുക്രിസ്തു രക്ഷാകർത്താവായി സ്വീകരിക്കുകയുണ്ടായി. അവിടെ വെച്ച് ബഹുമാനപ്പെട്ട സായിപ്പ് എഴുതിയ ഒരു വിശ്വവിഖ്യാതമായ ഗാനം വിശ്വാസികളുടെ ആരാധന വേളകളിൽ യോഗങ്ങളിൽ നിന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ആ ഗാനത്തിന്റെ സീരികളൊന്ന് പാടി ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് വിരാമം കുറിക്കുകയാണ്. പാപക്കടം തീർക്കുവാൻ യേശുവിന്റെ രക്തം മാത്രം,
പാപബന്ധമഴിപ്പാൻ യേശുവിന്റെ രക്തം മാത്രം, പാപക്കടം തീർക്കുവാൻ യേശുവിന്റെ രക്തം മാത്രം, പാപബന്ധമഴിപ്പാൻ യേശുവിന്റെ രക്തം മാത്രം. യേശുവിന്റെ രക്തത്താൽ പാപക്കടവും പാപബന്ധനവും തീരും. പ്രിയമുള്ളവരെ, അങ്ങനെ രക്ഷിക്കപ്പെട്ടവരാണ് സ്നാനപ്പെടേണ്ടത്, ജലത്തിൽ കർത്താവിനെ സാക്ഷീകരിക്കേണ്ടത്. അതുകൊണ്ട് ഇന്ന് സന്ധ്യയിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ ദൈവകൽപ്പന നിർവഹണത്തിൽ നമുക്ക് സന്തോഷിക്കാം. ഒപ്പം കാലങ്ങളേറെയില്ല പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും സമയമായിരിക്കുകയാണ്. അതുകൊണ്ട് ആ ക്രൂശിലെ കള്ളനെ പോലെ പാപബോധമുണ്ടായി ലഭിക്കുന്ന സന്ദർഭം ദൈവകൽപ്പന നിർവഹണത്തിന് ഉപയോഗിച്ച ആയിരങ്ങളെ പോലെ രക്ഷയിലേക്ക് വന്ന് സ്നാനജലത്തിലേക്ക് നടത്തപ്പെടുവാൻ കർത്താവ് നമുക്ക് ഇടയാക്കി തീർക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആ ആശംസയോടും കൂടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഇവയാലും ദൈവനാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ഇതുവരെയും ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾക്കുള്ള നന്ദി അറിയിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവുമുള്ള ദൈവത്തിന്റെ കൽപ്പനയാണ് ഭൂലോകത്തൊക്കെയും പോയി സകല ജാതികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത്. കാരണം ഈ സന്ദേശത്തിനല്ലാതെ മറ്റൊരു സന്ദേശത്തിനും രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുകയില്ല. മനുഷ്യരെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ള ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തെയും രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്നതാണ്. ഓർപ്പിച്ചതുപോലെ പാപത്തിൽ ജനിച്ച് ജീവിക്കുന്ന മനുഷ്യന് പാപത്തിൽ മരിക്കാൻ ആവശ്യമില്ല. പാപക്കടം തീർക്കുവാൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം സാധ്യമാണ്. ആ ചൊരിയപ്പെട്ട രക്തത്തിൽ പാപങ്ങൾ കഴുകി ശുദ്ധീകരണം പ്രാപിച്ച് ദൈവമക്കളായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. അങ്ങനെ ദൈവമകളായി തീർന്ന ഒരു കുഞ്ഞിന്റെ സ്നാനമാണ് ഇവിടെ നടക്കാനായിട്ട് പോകുന്നത്. അവളുടെ വിശ്വാസം അവൾ ഏറ്റുപറയുവാൻ ഇടയായിത്തീരും. ഇത് വിശ്വാസത്തിന്റെയും ഏറ്റുപറച്ചിലിന്റെയും ശുശ്രൂഷയാണ്. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ ആരെല്ലാം പൂർണ്ണ ഹൃദയത്തോടുകൂടെ വിശ്വസിക്കുന്നുവോ അവരെയാണ് സ്നാനപ്പെടുത്തേണ്ടത്. ആ മനോഹരമായ ശുശ്രൂഷയാണ് ഇവിടെ നടക്കാനായിട്ട് പോകുന്നത്. ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രിയ അർക്കപ്പള്ളിയിൽ സുവിശേഷകരായിരിക്കുന്ന എ നെൽസൺ സോഹരൻ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചതിന് ശേഷം പ്രിയ കർത്തൃദാസൻ VP പോലോ സോഹരൻ പ്രാർത്ഥിക്കുന്നു. അത് കർത്താവേ, 2025 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിലെ കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ഇന്നും പിതാവിന്റെ വലഭാഗെ ഞങ്ങൾക്ക് വേണ്ടി ഉപവിഷ്ടനായിരിക്കുന്ന അവിടുത്തെ പുത്രനും ഞങ്ങൾ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനായ സ്തോത്രം. ആ ധന്യമായ ജീവിതത്തിനായി സ്തോത്രം. പരിശുദ്ധമായ ആ ശരീരത്തിൽ ഞങ്ങളുടെ പാപങ്ങളെ വഹിച്ച് ഞങ്ങൾക്ക് പകരമായി ക്രൂശിക്കപ്പെട്ട് ഞങ്ങൾക്ക് നിത്യജീവൻ നൽകിയിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്നാണല്ലോ ഞങ്ങൾക്ക് വായിക്കുവാൻ സാധിക്കുന്നത്. ഇന്നും അനേക ജീവിതങ്ങളെ ആ സുവിശേഷം രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കാലാകാലങ്ങളിൽ അടിയങ്ങൾക്കും അങ്ങേ വിശ്വസിച്ച് കർത്താവിനെ രക്ഷിതാവായിട്ട് അംഗീകരിപ്പാനും അങ്ങയുടെ കൽപ്പന അനുസരിച്ച് അങ്ങയുടെ വരവിനായി കാത്ത് മുന്നോട്ട് പോകുവാനിടയാക്കുന്നതോർത്ത് സ്തോത്രം. മാത്രമല്ല, ഇന്ന് അനേക വ്യക്തികളെ സുവിശേഷത്താൽ രൂപാന്തരപ്പെടുത്തുകയും അങ്ങയുടെ കൽപ്പനായിട്ട് ഒരുക്കുകയും അതനുസരിക്കുവാനുള്ള മനസ്സ് കൊടുക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് പരസ്യമായി ജലത്തിൽ ഇറങ്ങി അങ്ങേ സാക്ഷിപ്പാൻ ആഗ്രഹിക്കുന്ന പ്രിയ പൈതലിനായി സ്തോത്രം. അവൾ കൊടുത്ത ആ വലിയ സന്തോഷത്തിനായി സ്തോത്രം. രക്ഷിക്കപ്പെടുവാൻ, കർത്താവിനെ ഉണ്മയായി സ്നേഹിക്കുവാൻ അവൾ കൊടുത്ത നല്ല ആ മനോഭാവത്തിനും തീരുമാനത്തിനായും സ്തോത്രം. കർത്താവിനെ സ്നേഹിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുവാൻ കൊടുത്ത മനസ്സിനായി സ്തോത്രം. തുടർന്ന് കർത്താവെ, പ്രിയ പൈതലിനെ അങ്ങ് അനുഗ്രഹിക്കണമേ. അവളുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും കർത്താവിനെ കർത്താവായി വിശുദ്ധീകരിച്ചുകൊണ്ട് ജീവിപ്പാൻ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷ വചനം പറയുന്നതിന്റെ ദാസനെ ബലപ്പെടുത്തി ധാരാളമായ അനുഗ്രഹങ്ങൾ നൽകണമേ. സ്നാന ശുശ്രൂഷ നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന പ്രിയദാസനെയും അങ്ങ് ബലപ്പെടുത്തണമേ. ബലഹീനതകളിൽ തുണ നിൽക്കുന്ന പരിശുദ്ധാത്മാവിനാൽ അങ്ങ് ബലപ്പെടുത്തുകയും കർത്താവെ ഏറിയ കൃപകളോടുകൂടെ ആ ശുശ്രൂഷ നിർവഹിപ്പാൻ സഹായിക്കുകയും ചെയ്യണമേ. അന്തരീക്ഷത്തെ അനുകൂലമാക്കിയിരിക്കാൻ സ്തോത്രം.
ഇവിടെ തലകളെ വണക്കിരുന്ന എല്ലാവരെയും പേരുപരായി അനുഗ്രഹിക്കണം. രാമംഗലം സഭയെ അനുഗ്രഹിക്കണം. അനേക ആത്മാക്കളെ ആ സഭയിലേക്ക് ആനയിക്കപ്പെടുവാനിടയാകണമേ. എല്ലാ ദേവദാസന്മാരെയും എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. യേശുവിൽ സ്നേഹമുള്ള സോദരരെ വരുവിൻ, കാണുവിൻ ദേവജാതൻ യോർദാൻ നദീജലത്തിൽ, കാണുവിൻ ദേവജാതൻ യോർദാൻ. എന്നെ തുടർന്നു പോകുക. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ മനോഹരമായ നിമിഷങ്ങൾക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പരസ്യസ്ഥലത്ത് അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങൾക്ക് നൽകിയ സാവകാശത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ തേടി ലോകത്തിൽ വന്ന കർത്താവിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച കർത്താവിനായിട്ട് സ്തോത്രം. അങ്ങ് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നല്ലോ. ഞങ്ങൾ നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയെ രക്ഷകനും കർത്താവുമായിട്ട് കൈക്കൊള്ളുവാൻ ഗ്രേസ് മോൾ കൊടുത്ത ദൈവകൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കൽപ്പന അനുസരിക്കുവാൻ കൊടുത്ത സന്തോഷത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയെ ജനത്തിൽ സാക്ഷിച്ച് അങ്ങയുടെ നല്ല സാക്ഷിയായിട്ട് വരുന്ന ദിവസങ്ങൾ ജീവിക്കേണ്ടതിന് പ്രിയമകളെ അവിടുന്ന് ഒരുക്കിക്കൊള്ളണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേട്ടതുപോലെ വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയിൽ കർത്താവിന് വേണ്ടി നല്ല സാക്ഷിയായിട്ട് ജീവിക്കുവാൻ പ്രിയമകളെ അവിടുന്ന് ഒരുക്കണമേ എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതുവരെ തന്ന എല്ലാ കൃപകൾക്കായിട്ടും ഞങ്ങൾ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാ മഹത്വവും അവിടുത്തെ പാദപീഠത്തിൽ അർപ്പിക്കുന്നു. യേശു കർത്താവിൻ്റെ ധന്യമേറിയ നാമത്തിൽ തന്നെ. ലോകരക്ഷിതാവായി മനുഷ്യാവതാരം ചെയ്ത് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി ക്രൂശിൽ മരിച്ച, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ, സ്വർഗാരോഹണം ചെയ്ത, വീണ്ടും വരാൻ പോകുന്ന ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിനെ ഗ്രേസ് പൂർണ്ണ ഹൃദയത്തോടെ രക്ഷകനും കർത്താവുമായിട്ട് വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നു. ഗ്രേസിന്റെ വിശ്വാസവചനത്തിന്റെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തു തന്ന കൽപ്പനയനുസരിച്ച് ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഗ്രേസിനെ സ്നാനപ്പെടുത്തുന്നു. പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നു. പ്രാർത്ഥിക്കാം. പിതാവേ, അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവിടുത്തെ കർത്താവായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൽപ്പന അനുസരിപ്പാൻ ലഭിച്ച ആ കൽപ്പന ഞങ്ങൾക്കിന്നും പ്രമാണിപ്പാൻ ലഭിച്ച നല്ല അവസരത്തിനായി തിരുനാമത്തിന് സ്തോത്രം. സഭാ ഹോളിൽ നടന്ന ബൈബിൾ ക്ലാസുകളും ശുശ്രൂഷകളും അവർ അനുഗ്രഹമാക്കി തീർത്തു. ഈ സ്ഥാനത്തും പരസ്യമായിട്ട് അവിടുത്തെ കൃപയുടെ സുവിശേഷം അറിയിപ്പാൻ അവിടുത്തെ ദാസനും കൊടുത്ത ബലത്തിനായി സ്തോത്രം. ഈ വക്രതയുടെ തലമുറ രക്ഷിക്കപ്പെടുന്നുള്ള ആ ശ്ലൈഹിക ഉപദേശം അവിടുത്തെ ദാസനായ പത്രോസ്ലിയുടെ പ്രസംഗം കേട്ട് 3000 പേർ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു എന്ന് ഞങ്ങൾ വായിക്കുന്നു. അവിടുത്തെ കൽപ്പനയായ ആ സ്നാനത്തിനായി സ്തോത്രം. അതനുസരിപ്പാൻ ആദിമ അപ്പോസ്തലന്മാർ കൊടുത്ത ഭാഗ്യത്തിനായി സ്തോത്രം. ഈ 21-ാം നൂറ്റാണ്ടിലും ആ കൽപ്പന അനുസരിക്കുന്ന അവിടുത്തെ അനുഗ്രഹിക്കപ്പെട്ട ജനത്തെ ഈ ലോകത്തിന് വിവിധ ഭാഗങ്ങളായി അവിടുന്ന് സൂക്ഷിച്ചിരിക്കുന്നവർക്ക് സ്തോത്രം. ഇന്ന് രാമമംഗല സഭയായിട്ട് ഈ ശുശ്രൂഷ നടത്തപ്പെടുവാൻ കൃപ നൽകിയതോർക്ക് സ്തുതിക്കുന്നു. രക്ഷിക്കപ്പെട്ട് അവളുടെ പ്രിയമകൾ ഗ്രേസിനായി സ്തോത്രം. അവളുടെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി യേശുവിനെ അംഗീകരിപ്പാൻ കൊടുത്ത ഭാഗ്യത്തിനായി സ്തോത്രം. അവൾക്ക് കർത്താവിന്റെ കൽപ്പന അനുസരിപ്പാൻ ഇന്ന് ഈ സായാഹ്നത്തിൽ കൊടുത്ത ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നു, രക്ഷിക്കപ്പെടുമെന്നുള്ള കർത്താവിന്റെ വചനത്തിനായി സ്തോത്രം. കർത്താവ് ഇന്ന് കൽപ്പന അനുസരിക്കുന്ന പ്രിയമകളെ അനുഗ്രഹിക്കണം. യഥാർത്ഥ ശിഷ്യത്വത്തിൽ അങ്ങേ അനുഗ്രഹിപ്പാൻ ഏറിയ കൃപ കൊടുക്കണമേ. ഇന്ന് ആ ശുശ്രൂഷ നിവർത്തിപ്പാൻ അവിടുത്തെ ദാസന് കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. ഏറിയ ബലവും കൃപയും നൽകിയല്ലോ, കാലാവസ്ഥ ആനുകൂല്യം നൽകിയല്ലോ, എല്ലാ അനുഗ്രഹത്തിനായി സ്തോത്രം. ഇത്രയും ദൈവജനത്തെ കൂട്ടിവരുത്തിയതോർക്ക് സ്തോത്രം. ഈ ദേശത്ത് സുവിശേഷം കേട്ടവർ കർത്താവെ ഈ സുവിശേഷത്തെ വൃഥാവാക്കി കളയാതെ വീണ്ടെടുപ്പ് പ്രാപിച്ച് യേശുക്രിസ്തു രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുവാടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തെ മഹത്വപ്പെടുത്തണമേ.
പ്രിയ തോമാച്ചനും കുടുംബത്തിനായി സ്തോത്രം. കുടുംബത്തോടും കാണിച്ച എല്ലാ കരുതലിനായി സ്തോത്രം. രാമംഗല സഭയ്ക്കായി സ്തോത്രം. കൂട്ടുവരുത്ത എല്ലാ ദൈവയാത്രയായി സ്തുതിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ സമാധാനത്തോടെ പിരിയട്ടെ. വീട്ടിലെത്തുവരെ ദൈവകൃപയിൽ സൂക്ഷിക്കണമേ. സകലവും കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും എല്ലാവരുടെ കൂടെയും വിശേഷ സ്നാനജലത്തിൽ കർത്താവിനെ സാക്ഷിച്ച പ്രിയ മകൾ ഗ്രേസിനോടുകൂടെയും എന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ.